ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മുടെ കഴിഞ്ഞ ഗാർഡനിങ് വീഡിയോ, നമ്മൾ നഴ്സറി വിസിറ്റൊക്കെ ആയിട്ടുള്ള ആ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചെടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അതെല്ലാം ഒന്ന് നട്ട് നനച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോട്ടൊക്കെ ഇന്നൊന്ന് ഫില്ല് ചെയ്ത് വാങ്ങിച്ച ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാനുണ്ട്. 2 ദിവസമായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായി. വാങ്ങിച്ചു കൊണ്ടുപോയി വെക്കും വലിയ കാര്യമാതിരി. എന്നാലതൊന്ന് മാറ്റി വേറൊരു പോട്ടിലോട്ട് നടണം എന്നുള്ളത് ഇച്ചിരി മടി പിടിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേ കുറച്ച് മണ്ണും മണലും ഒക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റില്ലേ, വലിയൊരു ബക്കറ്റ്, അതിലാണ് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബയോറിച്ച് നമ്മൾ കടയിൽ നിന്ന് കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചാണകപ്പൊടിയും പിന്നെ മണ്ണും മണലും പിന്നെ ചകിരിച്ചോറും പിന്നെ ഇതും. അപ്പോൾ നമ്മുടെ പോട്ടൊക്കെ ഒന്ന് കാണാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. തൂക്കിയിടാനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾ വരുമല്ലോ ഹാങ് ചെയ്ത് ഇടാനായിട്ട്. ഇത് കൂട്ട് വരും. ഇങ്ങനെയുള്ള 5 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് പോട്ട് എനിക്ക് സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറുതാണ്. ഒരാൾ വലിയ ചെറിയ പോട്ട. പിങ്കി ഇവിടെ വാ, പിങ്കി കയറിയിരുന്നു. സിറ്റ് സിറ്റ് അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. കാണിച്ചു കൊടുക്കാം, നമുക്ക് കാണിച്ചു കൊടുക്കാം. പിങ്കി കാണിച്ചു കൊടുക്കാം നമുക്കിത്. ഇതാണ് വൈറ്റ് പോട്ട്. പറ ഇതിൻ്റെ കളറിൽ വൈറ്റ് പോട്ട്, പിങ്കിൻ്റെ കളറിൽ വൈറ്റ് പോട്ട്. ഇനിയില്ലേ ഇതുപോലത്തെ നീളം പോട്ടുകൾ പോയി, ഇതുപോലത്തെ നീളം പോട്ടുകളെ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അകത്ത് വെക്കാനൊരു ട്രേ ആണ്. അത് പിന്നെ ഈ ടൈപ്പിൽ 2 വൈറ്റ് പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്രയും പോട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല, 2-3 വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പിന്നെ പോയാലറിയാലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പോട്ട് ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേങ്കിൽ അതവിടെ കണ്ടപ്പം വേറെയും കുറച്ച് വാങ്ങിച്ചു. ഇനി നമുക്കിതിലൊക്കെ ഒന്ന് മണ്ണ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ ആദ്യം ഇച്ചിരി നമ്മുടെ മെറ്റലുണ്ടല്ലോ, ബേബി മെറ്റൽ, അതാണ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു പൊട്ടി മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാത്തിലും ചെടിയൊന്ന് നട്ടെടുക്കാം. പക്ഷെ ഞാനിത് രാവിലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് രാവിലെ അതൊക്കെ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരമാണ് നമ്മൾ ചെടി മാറ്റി നടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെടികൾ നടുമ്പോഴും വിത്തും നടുമ്പോഴും അതുപോലെ ചെറിയ മുളപ്പിച്ച തൈകളൊക്കെ നടുമ്പോൾ വൈകുന്നേരമാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അങ്ങനെ വെയിലില്ലല്ലോ ആ സമയത്ത്. പിന്നെ നമ്മൾ രാവിലെ നടുമ്പോൾ വൈകുന്നേരം വരെ നല്ല അടിപൊളി വെയിലായിരിക്കും. പിന്നെ അത് വാടിപ്പോവുകയും ചെയ്യും. അപ്പം ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോയതാണ്. പിന്നത്തെ പണികളൊക്കെ വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ മേടിച്ച ഈ ഒരു പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു, പിറ്റൂണിയ. പിറ്റൂണിയ പെട്ടെന്ന് കിട്ടണില്ല കേട്ടോ. അപ്പോൾ പിറ്റൂണിയ പ്ലാന്റ് 3 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡബിൾ പെറ്റലുള്ളത്. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ് ഈ പൂച്ചെടികളിലേക്ക്. അല്ല, ചെടികളിൽ നമ്മൾ കുറേ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പൂച്ചെടികളിലേക്ക് ആദ്യമായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് അത് നശിച്ച് പോകരുത് എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോട്ട് മിക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോട്ടിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഇത്രയും ഹെൽത്തി പ്രതീക്ഷിച്ചില്ല. നല്ല ഹെൽത്തിയാണ്, വേരൊക്കെ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അല്ലേ സിംഗിൾ പെറ്റലുള്ള പെറ്റൂണിയം പ്ലാന്റ് ഇല്ലേ, അത് ശരിക്കും നല്ലോണം സക്സസ് ആവാമെന്നാണ് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ഡബിൾ പെറ്റൽ അത്ര നന്നാവില്ല, വേഗം പോവും. പിന്നെ അതിന് സീസൺ ഉണ്ട്. നമ്മുടെ ഈ ഒരു നവംബർ തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു തണുപ്പ് സീസണിലാണ്
ഇത് ശരിക്കും നല്ലതുപോലെ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. മിക്ക ആൾക്കാർക്കും ഈ ഡബിൾ പെറ്റൽ നല്ലതുപോലെ വന്നിട്ടില്ല എന്നും പറയുന്നത് കേട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അറിയാതെയാണ് ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിക്കും ഇല്ലേന്ന് അറിയാലോ. പിന്നെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഞാൻ സിംഗിൾ പെറ്റലെല്ലാം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വാങ്ങിക്കുമ്പോൾ സിംഗിൾ പെറ്റലെല്ലാം വാങ്ങിക്കാം. പിന്നെ നമുക്ക് കമ്പ് മുറിച്ചിട്ട് നട്ടാലും നല്ല അടിപൊളിയായി വരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികളൊക്കെ നമ്മൾ ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു വിങ്കാറോസ് എന്നങ്ങാണ്ട് അതിൻ്റെ പേര്. പിന്നെ നമ്മുടെ കല്യാണിപ്പൂവ് എന്നല്ലേ, നിത്യകല്യാണി, നമുക്ക് പെട്ടെന്ന് പേര് ഇടുന്നില്ല കേട്ടോ. അപ്പം നിത്യകല്യാണി ഇപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഇല്ലേ ഒരു ചേച്ചി അതിന് വേറൊരു പേര് പറഞ്ഞാന്ന്. അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉഷമലരി എന്ന് പറയുമ്പോൾ ഈ ഒരു ചെടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ അറിവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പേരൊക്കെ അറിയുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി പറഞ്ഞ പേരാണ്. അപ്പം നമ്മളിതേ പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് സമയം പിങ്കിയോട്ട് കൊഞ്ചട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്കില്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളിങ്ങനെ ചുമ്മാ നടക്കുന്ന പോലെ പിള്ളേരുകളില്ലേ നമ്മളാ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ദേഷ്യത്തിന് നടക്കില്ല. അതുപോലെയാണ് അവൾ. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ പിറകെ ഇങ്ങനെ നടക്കും. അവളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൾ ദേഷ്യപ്പെട്ട് ആ സിറ്റൗട്ട് പോയി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര നാൾ സിറ്റൗട്ട് പോയി ഇരുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനൊന്ന് വിളിച്ചതാണ് എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ അതൊന്ന് ഹാങ് ചെയ്തിടുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിയും മട്ടിയും പറഞ്ഞു പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഒന്ന് ഹാങ് ചെയ്തിടുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ്, അവിടെ ഭയങ്കരമായിട്ട് വെയിലില്ല, എന്നാൽ വൈകുന്നേരത്തെ വെയിൽ നല്ലോണം ഉണ്ട്. താനും രാവിലത്തെ വെയിൽ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ സൺസൈഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോട്ടും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു നീളനിൽ പോട്ടില്ലേ, ആ ഒരു പോട്ട് നമ്മൾ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊങ്ങിണിപ്പൂവിൻ്റെ ഒരു വേറൊരു കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നട്ടെടുക്കണം. അപ്പോൾ അത് ഇന്ന് ചെയ്യുന്നില്ല, അത് വേറെ ദിവസം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നതില്ലേ നമ്മുടെ സാഫ് കലക്കിയിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെള്ളം നല്ലോണം നനച്ചിട്ട് ലാസ്റ്റാണ് ഈ സാഫ് ഒഴിച്ചു കൊടുക്കുന്നത്. സാഫ് നല്ല ചെടിയുടെ ഇലയിലും പൂവിലും ഒക്കെ ആകത്തക്ക വിധത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ നിറച്ച ആ മണ്ണിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മണ്ണിലൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ നനയാണിത്. എന്നിട്ട് പിന്നെ നമ്മൾ നാളെ നനക്കുന്നുള്ളൂ, ഇന്ന് നനക്കണില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു സാധനമില്ലേ അതും കൂടെ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു പോട്ടിനയക്കുന്നത് 20 രൂപയാണ് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പോട്ടിനയക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ നമ്മുടെ ഹാങ് ചെയ്യുന്ന ഈ ഒരു സാധനമില്ലേ അതിനും 20 രൂപയാണ്. അങ്ങനെ 40 രൂപയായി. ആ ഒരു പോട്ടിന് 40 രൂപയായി. ശരിക്കും നമ്മൾ ആ ഒരു മറ്റേ എന്താ പറയേണ്ടത് നമ്മുടെ ഇതില്ലേ ചങ്ങല പോലെയുള്ള അതിനേക്കാളും നല്ലത് എനിക്ക് ഇതിനോടാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. പിന്നെ നമ്മൾ ആ കയറിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കാണാൻ ഇതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിലാണ് തൂക്കിയിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെ വരുന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ലേഡറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊരു കയ്യാങ്കളിയാണ്. എന്ത് പറ്റുന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അങ്ങ് ചെയ്യൽ തന്നെ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്യുക. നമുക്കൊരു ഹെൽപ്പൊന്നും ചോദിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യുക. എന്നാലും സൂക്ഷിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും സൂക്ഷിച്ച് ചെയ്യണം. നമ്മുടെ ധൃതിയിലൊന്നും ചെയ്യാതെ പതുക്കെ കയറിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലോണം പിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചല്ലേ ഒന്ന് വീണാലോ പൊട്ടിയാലോ എന്തെങ്കിലും പറ്റിയാലോ നമ്മൾ നോക്കാൻ ആരുമില്ല. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വരേണ്ടി വരും നോക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഇവിടെയും ഒന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട്. ഇത് തൂക്കിയിടുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയാണ് അഥവാ എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കേട്ടോ. ഇനിയിപ്പോൾ നിറച്ച് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഞാനില്ലേ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ പാത്രമില്ലേ ബോട്ടിൽ 5 ലിറ്ററിൻ്റെ, അപ്പോൾ അതിൽ ഇതുപോലെ 2 പ്ലാന്റ് ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് ചേച്ചി. അപ്പോൾ അത് ഞാൻ ഇതുപോലെ നട്ടിട്ട് അതൊന്ന് കുറച്ച് ഹെൽത്തി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ആ ഒരു ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട് നമ്മൾ കിച്ചൻ്റെ സൈഡിലോട്ട് ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. കൂടാതെ എൻ്റെ അടുത്ത് മണി പ്ലാന്റും ഇട്ടു കേട്ടോ ഹാങ് ചെയ്തിടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 5 പോട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. 5 പോട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി പോകുമ്പം കൂട്ടി കൊണ്ടുവരാമല്ലോ പതുക്കെ. അപ്പോൾ ഇതേ ഭാഗ്യം കൂടെ ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്ന് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയി കിടപ്പുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് ഇനിയിപ്പോൾ തപ്പിപ്പിടിക്കണം.
അപ്പോൾ ഇത് നല്ലതുപോലെ വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം മതി, നമുക്കൊരു ചട്ടി നിറച്ചോ അല്ലെങ്കിൽ ഒരു ഏരിയ നിറച്ചോ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പം അതും കൂടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ 3 പെറ്റൂണിയ 3 ഫ്രണ്ടിലും 2 നമ്മുടെ ഈ ഒരു പറയുന്നത് ഗ്രീൻ കളർ പ്ലാന്റ് ഇല്ലേ, അത് 2 കിച്ചൻ്റെ സൈഡിലുമാണ് കേട്ടോ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇതുപോലെ. അപ്പം നമ്മുടെ മണിമുല്ല നല്ലതുപോലെ ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട്. അപ്പം ഇനി അഥവാ പാടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇടാം. അല്ലേ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കോളിഫ്ലവർ വിളവെടുത്തായിരുന്നേ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ കോളിഫ്ലവറിൻ്റെ അവസ്ഥ ഇതാണ്, ഈ ഒരു കോലത്തിലാണ് ആയിട്ടുള്ളത്. എന്താ പറ്റിയത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് 3 മാത്രം ഇതേ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 3 നമുക്ക് വിളവെടുത്തിട്ട് നമുക്കിന്ന് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അത് വെച്ചിട്ട് വൈകുന്നേരം ബജ്ജി ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തും ചെറുതായിട്ട് ഇതുപോലെ കേട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ വിളയിച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു കുഞ്ഞു കൃഷിയാണ്, പക്ഷെ ഇതിനോട് എന്തോരം ആൾക്കാർ നല്ലതുപോലെ കൃഷി ചെയ്തിട്ട് എന്തോരം നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഴയായിട്ടും കീടങ്ങളാക്രമണമായിട്ടൊക്കെ അത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്ത് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അകത്ത് കുഞ്ഞു തൊരെണ്ണം മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഞാനിത് പറിച്ച് കളയാൻ പോവുകയാണ്. അതിന് മുന്നേ എനിക്കങ്ങോട്ട് ദേഷ്യം തീർക്കുവാണ്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മണ്ണൊക്കെ ചുമന്ന് വന്നിട്ട് ഇതൊന്ന് നട്ട് നനച്ചെടുത്തേക്കുന്നത്. അപ്പം എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ എന്ന് പറയുന്നത് കോളിഫ്ലവർ വിളവെടുപ്പ് എന്ന് പറയാം. എന്തായാലും നമ്മൾ നട്ട് നനച്ചതിൽ ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് കാര്യങ്ങളെത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ ചിലത് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചില എന്ന് പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫും ഇതുപോലെ തന്നെയാണല്ലേ. ഇപ്പോൾ ദേ നമ്മൾ കോളിഫ്ലവറൊക്കെ വിളവെടുത്ത് അത് ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വലിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഒരു ലൈക്ക് അത് തന്നുകൂടെ, ഒരു ലൈക്കും കൂടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.